ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയാകും. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന്റെ മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപ സംഘത്തിനും ന്യായാധിപ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്ത് വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവിക നീതിയുടെ ആത്മീയത ധ്യാനിക്കാം. ദൈവം സത്യമായി നീതിമാനാണ്. എന്നാൽ ആ ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ യേശു ആവശ്യപ്പെടുന്നത് നിയമം അറിയുകയും അനുഷ്ഠിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിയമജ്ഞരും ഫരിസേയരുമൊക്കെ. എന്നാൽ അവരുടെ ജീവിത രീതിയെ ഒരിക്കലും അനുകരിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു അവരുടെ നീതി അതിശയിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് ദൈവിക നീതിക്ക് അനുസൃതമായ ഒരു ജീവിതം ഉണ്ടാകണമെന്നതാണ്. അറിഞ്ഞതുകൊണ്ടോ പഠിപ്പിച്ചതുകൊണ്ടോ നമ്മൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല. അതിനുള്ള അർഹതയും നമുക്ക് ലഭിക്കില്ല. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പറയപ്പെട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. പിതാവായ ദൈവം മോസസ് വഴി നൽകിയ കൽപ്പനകളെ ക്രിസ്തു ഒരു പുനർവിചിന്തനവും വ്യാഖ്യാനവും നൽകുകയാണ്. 5ാമത്തെ കൽപ്പനയാണ് കൊല്ലരുത് എന്ന കൽപ്പന. എന്നാൽ ആ കൽപ്പന അനുസരിച്ച് ഒരു വ്യക്തിയെ ശാരീരികമായി കൊല ചെയ്യുന്നത് മാത്രമാണ് എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. ക്രിസ്തു അത് തിരുത്തുകയാണ്. സഹോദരനോട് കോപിക്കുന്നവൻ പോലും ആ ദൈവപ്രമാണത്തിന് വിരുദ്ധമായി പാപം ചെയ്യുന്നു എന്നാണ് പറയുക. കാരണം മനുഷ്യ സ്നേഹത്തെ ധ്വംസിക്കുന്ന, സഹോദര സ്നേഹത്തെ മുറിപ്പെടുത്തുന്ന എല്ലാ പ്രവൃത്തികളും ദൈവസ്നേഹത്തിന് വിരുദ്ധമാണ്. സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയാകുമെന്നാണ് പറയുക. നോക്കൂ, നമ്മൾ നിസ്സാരമെന്ന് പറഞ്ഞു തള്ളുന്ന പലതും ദൈവത്തിരുമുമ്പിൽ അതീവ ശ്രദ്ധയോടുകൂടി ചിന്തിക്കപ്പെടേണ്ടതും ഗൗരവമുള്ളതുമാണ്. നാം നിസ്സാരമായി കരുതുന്ന വാക്കുകൾ നാളെ നമ്മൾ ഉത്തരം നൽകേണ്ട അനുഭവവും സാഹചര്യവും ഉണ്ടാവും. നമ്മൾ വിവേകപൂർവ്വം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു ഈ വചനത്തിലൂടെ നൽകുക. നീ ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? നിന്റെ ബലിയും കാഴ്ചയും ദൈവത്തിന് സ്വീകാര്യമാകില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, അർത്ഥനകൾ, യാചനകൾ ദൈവ തിരുമുമ്പിൽ സ്വീകാര്യമാകണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത സഹോദരങ്ങളുമായി അനുരഞ്ജനത്തിലായിരിക്കുക എന്നതാണ്. നാം അനുരഞ്ജനമില്ലാതെ അർപ്പിക്കുന്ന ബലിയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും അർത്ഥശൂന്യമാണ്. യേശു ഇന്നത്തെ സുവിശേഷം ആവശ്യപ്പെടുന്നു, പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ നീ രമ്യതപ്പെട്ടുകൊള്ളുക.
ഈ വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെടുക എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഉടനെ രമ്യപ്പെടുക, അപ്പോൾ തന്നെ മാപ്പ് ചോദിക്കുക, അധികം വൈകാതെ അനുരഞ്ജനപ്പെട്ടുകൊള്ളുക, ഈ യാത്രയിൽ തന്നെ വീണ്ടെടുക്കുക എന്നതാണ്. നമ്മൾ ഇനിയും വൈകിയാൽ നമുക്ക് നഷ്ടമാകുന്നത് ദൈവതിരുസന്നിധിയിൽ ദൈവം മക്കളായി നമുക്ക് ഒരുക്കിയിരിക്കുന്ന കൃപയുടെ സിംഹാസനമാണ്. ഈ വഴിയിൽ തന്നെ, അഥവാ ഈ ജീവിത വഴിയിൽ തന്നെ നമുക്ക് രമ്യതപ്പെടാൻ കഴിയണം. കോപിക്കാം, എങ്കിലും നീ പാപം ചെയ്യരുത്, നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ പോകാതിരിക്കട്ടെ എന്ന് അപ്പോസ്തലൻ ഈ വചനത്തെ ആധാരമാക്കി സംസാരിക്കുന്നുമുണ്ട്. അഥവാ ഇന്ന് നീ കലഹിച്ചാൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അനുരഞ്ജനപ്പെട്ടിരിക്കണം, നാളേക്ക് അത് മാറ്റിവെച്ചുകൂടാ എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെടാം. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന, ഒന്ന് മാപ്പ് എന്ന് പറഞ്ഞാൽ കഴിയാവുന്ന എത്ര കാര്യങ്ങൾക്കാണ് നമ്മൾ ശത്രുതയിൽ ജീവിക്കുക, എത്ര വ്യക്തികളോടാണ് നമ്മൾ ഹൃദയം കൊണ്ട് അകന്നു കഴിയുക. ഇതൊരു വീണ്ടെടുപ്പിന്റെ സമയമാണ്. തിരുവചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ ചിന്തകൾക്ക് നമ്മൾ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഗൗരവം നൽകുന്നില്ലെങ്കിൽ, അതനുസരിച്ച് ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നില്ല എങ്കിൽ നമുക്ക് നിത്യസ്വർഗം നഷ്ടപ്പെട്ടു പോകും എന്ന കാര്യവും സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ വചനത്തെ ഗൗരവമായി സ്വീകരിക്കുകയും ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിന് പ്രീതിജനകമായി ജീവിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ